വചനവും സുവിശേഷവും നിമിത്തം നിങ്ങളുടെ മുൻപിലായിരിക്കാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ അവസരങ്ങൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ഒന്ന് രണ്ട് ചിന്തകൾ മാത്രം വേഗത്തിൽ കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. സന്തോഷമുള്ളവർ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. പോരാ, ശക്തിയോടെ, ഒരിക്കൽ കൂടെ ശക്തിയോടെ. ഇന്ന് പകൽ നാം വായിച്ച വചനം 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യമാണല്ലോ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ലോകത്തിലെ താർക്കികൻ എവിടെ? ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കി അല്ലോ. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിനകത്ത് തന്ന ഒന്ന് രണ്ട് വ്യത്യസ്തമായ ചിന്തകൾ വേഗത്തിൽ ഞാൻ നിങ്ങൾക്ക് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. നല്ല ആത്മാവിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നുണ്ട്, ആഴമേറിയ ദൈവിക സ്പർശനം അനുഭവിക്കുന്നുണ്ട്. ഈ പകൽക്കാലം പ്രാർത്ഥിക്കണം, കർത്താവേ, ദൈവത്തിൻ്റെ വചനം എൻ്റെ ജീവിതത്തിൽ അത് ഫലമായിട്ടല്ലാതെ തിരിച്ചു വരരുത്. അമ്മേ, അങ്ങനെ വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ സന്ദർഭം ഒന്നും ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പൗലൂസിൻ്റെ മഹത്തരമായ ലേഖനങ്ങളിലൊന്നാണ്. കൊരിന്ത്യ സഭയ്ക്ക് എഴുതുന്ന വ്യത്യസ്തമായ ലേഖനങ്ങളാണ്. 2 ലേഖനങ്ങൾ എഴുതി. അതിൽ ഒന്നാമത് ദൈവസഭയ്ക്കകത്ത് നിലനിൽക്കുന്ന ഭിന്നതയ്ക്കെതിരെ അല്ലെങ്കിൽ ദുരുപദേശത്തിനെതിരെയൊക്കെയാണ് 1-ാം ലേഖനം ആഴമായി ഊന്നൽ നൽകുന്നത്. അതിനകത്ത് 1-ാം അധ്യായത്തിൻ്റെ അകത്തളത്തിൽ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഗ്രീറ്റിംഗ്സ് ആണ്, വന്ദനങ്ങളാണ്. 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ സഭയ്ക്കകത്തുള്ള ഭിന്നതയെ പൗലോസ് കർക്കശമായി ഖണ്ഡിക്കുകയാണ്, അല്ലെങ്കിൽ കർക്കശമായി താക്കീത് നൽകുകയാണ്. 18 മുതലുള്ള വാക്യങ്ങൾ, 18 മുതൽ അതിൻ്റെ 31 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയും എന്ന സബ്ജക്റ്റാണ് പൗലോസ് ആധികാരികമായി എഴുതി തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് നാം വായിച്ച വചനം 20-ാമത്തെ വാക്യമാണ്. പ്രിയരെ, ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിലെ താർക്കികൻ എവിടെ? ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയല്ലോ. 3 ചോദ്യങ്ങൾ പൗലോസ് ദൈവസഭയുടെ മുൻപിൽ വയ്ക്കുകയാണ്. എന്നിട്ട് അതിനകത്ത് പറയുകയാണ്, ഇവരെല്ലാം മുന്നിൽ നിൽക്കുമ്പോഴും ഇവരുടെയൊക്കെ ജ്ഞാനം ദൈവം ഭോഷത്വം ആക്കിയല്ലോ. ഈ പകൽക്കാലം ഇവിടെ ഇരിക്കുമ്പോഴും, പ്രാർത്ഥനയുടെ ഇരിക്കുമ്പോഴും, ആരാധിച്ച് നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴും ഒരു കാര്യം വിശ്വസിച്ചോണം, ഒരു കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളണം: ലോകത്തിൻ്റെ ജ്ഞാനമല്ല ദൈവത്തിൻ്റെ ജ്ഞാനം. ലോകത്തിൻ്റെ ജ്ഞാനമല്ല ദൈവത്തിൻ്റെ ജ്ഞാനം. ലോകത്തിൻ്റെ ജ്ഞാനം വേറെ, ദൈവത്തിൻ്റെ ജ്ഞാനം വേറെ. ഞാനിങ്ങനെ പറയാം, ദൈവത്തിൻ്റെ സിസ്റ്റം വേറെയാണ്, ലോകത്തിൻ്റെ സിസ്റ്റം വേറെയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സിസ്റ്റത്തിനകത്ത് നിൽക്കുന്നതാണ് നല്ലത്. മനുഷ്യൻ്റെ സിസ്റ്റത്തിനകത്ത് ദൈവത്തെ കൊണ്ടുവരാൻ നോക്കരുത്, നാം പരാജയപ്പെട്ടു പോകും. അർത്ഥം, മനുഷ്യൻ്റെ ജ്ഞാനത്തിനകത്ത് ദൈവത്തെ കൊണ്ടുവന്ന് എന്തൊക്കെ ചെയ്തു കൂട്ടാമെന്ന് ചിന്തിക്കരുത്, നീ പരാജയപ്പെട്ടു പോകും. ഈ പകൽക്കാലം ഇതിനകത്ത് വന്നിരിക്കുമ്പോഴും, ഇവിടെ വന്നിരുന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോഴും, ഇവിടെ വന്നിരുന്ന് ആരാധിക്കുമ്പോഴും പലരുടെയും ചിന്ത, പാസ്റ്ററെ കൊണ്ട് പ്രാർത്ഥിച്ച് പലതും നേടാമെന്നാണ് കരുതി ഇവിടെ വന്നെങ്കിൽ നിനക്ക് തെറ്റുപറ്റി. ഇന്ന് പകൽക്കാലം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നേടാം എന്നൊരു ലാഘവത്തോടുകൂടെയാണ് വന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസഭ അതിനുള്ള വഴിയല്ല. ദൈവസഭ ദൈവിക ജ്ഞാനം വെളിപ്പെടുന്ന ഇടമാണ്, ദൈവിക വിസ്ഡം റിലീസാകുന്ന ഇടമാണ്. ഇന്ന് പകൽക്കാലം നിന്റെ ആഗ്രഹത്തിനനുസരിച്ച്, നിന്റെ ഇച്ഛയ്ക്കനുസരിച്ച്, നിന്റെ ജ്ഞാനത്തിനനുസരിച്ച് ദൈവത്തെ കൊണ്ടുവരാതെ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, ദൈവത്തിൻ്റെ ജ്ഞാനത്തിനനുസരിച്ച് ചലിക്കാമെന്നൊരു തീരുമാനമെടുത്ത ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കി മാറ്റും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ.
ഇന്ന് പകൽക്കാലം വളരെ ഗൗരവമേറിയൊരു സബ്ജക്റ്റാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ കൈമാറുന്നത്. ഈ പകൽ നിങ്ങൾ പ്രാപിച്ചാലും ഇല്ലേലും ഞാൻ ഈ പകൽക്കാലം അത് പ്രാപിക്കാൻ റെഡിയാണ്. അമ്മേ, വചനം കൃത്യമായി പറയുന്നു, ലോകത്തിൻ്റെ ജ്ഞാനം വേറെ പ്രിയരെ, ആമേ, ദൈവത്തിൻ്റെ ജ്ഞാനം വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലോകത്ത് ജ്ഞാനികൾ എന്ന് പറയുന്ന പലരും ഈ ലോകത്തുണ്ട്. ജ്ഞാനികൾ എന്ന് പറയുന്ന പലരും ആമേൻ ഈ ലോകത്തുണ്ട്. ആമേൻ ഒരു യൂണിവേഴ്സിറ്റിയിൽ ആമേൻ ഉന്നത അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്ക് പ്രാപിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആമേൻ ഒന്നാമത്തെ സ്ഥാനം നേടിക്കഴിഞ്ഞാൽ നമ്മൾ അവരെയൊക്കെ ജ്ഞാനികൾ എന്ന് കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. അവരുടെ ജ്ഞാനത്തെ നമ്മൾ വലിയ ജ്ഞാനമായി കാണാറുണ്ട്. വചനം വ്യക്തമായി പറയുന്നു, ലോകത്ത് ജനിച്ച മാനുഷികമായി ജ്ഞാനമുള്ളതിൽ ഇതുവരെ ജനിച്ചിട്ടുള്ളതും ഇനി ജനിക്കാൻ പോകുന്നതിലും ശലോമോന്റെ അത്ര ജ്ഞാനം ആർക്കും ഇല്ല. അതുപോലെയാണ് പൗലോസ് പറയുന്നൊരു പദമുണ്ട്, ജ്ഞാനത്തിൻ്റെ വശീകരണ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ജ്ഞാനത്തിനകത്ത് വശീകരണത്തിൻ്റെ ആത്മാവിൻ്റെ സ്പിരിറ്റ് ഉണ്ട്. അമ്മേ, ഈ പകൽക്കാല ലോകത്തിൻ്റെ ജ്ഞാനം പലതിനെയും വശീകരിക്കുന്നതാണ്, പലതിനെയും ആകർഷിക്കുന്നതാണ്. അമ്മേ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പലരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം ദൈവത്തിൻ്റെ വ്യവസ്ഥയ്ക്കനുസരിച്ച് നിൽക്കാതെ അവരുടെ ജ്ഞാനത്തിനനുസരിച്ച് സ്റ്റെപ്പ് വയ്ക്കുകയാണ്. അമ്മേ, അവരുടെ ജ്ഞാനത്തിനനുസരിച്ച് നമ്മൾ ചിന്തിക്കും, ആമേ, എത്രയൊക്കെ പഠനമുണ്ടല്ലോ, ഇത്രയൊക്കെ വിദ്യാഭ്യാസമുണ്ടല്ലോ, ഇത്രയൊക്കെ ആരോഗ്യമുണ്ടല്ലോ, ഇത്രയൊക്കെ സൗന്ദര്യമുണ്ടല്ലോ, ഞാൻ വിചാരിച്ചാൽ എന്താ എൻ്റെ ജീവിതത്തിൽ? അമ്മേ, എൻ്റെ അപ്പൻ്റെ കയ്യിൽ കാശുണ്ടല്ലോ, എൻ്റെ അമ്മയുടെ കയ്യിൽ നന്മയുണ്ടല്ലോ, ഞാൻ വിചാരിച്ചാൽ എന്താ എൻ്റെ ജീവിതത്തിനകത്ത് നേടാൻ കഴിയാത്തത് എന്ന് ചിന്തിക്കുന്നതാണ് മനുഷ്യൻ. പക്ഷേ ആത്മാവിൽ ഞാൻ പറയാം, ആമേ, പണം കൊണ്ട് നേടാൻ കഴിയാത്തത്, പദവി കൊണ്ട് നേടാൻ കഴിയാത്തത്, നിന്റെ ബുദ്ധി കൊണ്ട് നേടാൻ കഴിയാത്തത് നിനക്ക് തരുമമാണ് ദൈവത്തിൻ്റെ ജ്ഞാനം. അമ്മേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനം കൊണ്ട് നേടാൻ കഴിയാത്തതുണ്ട് പ്രിയരെ, പലതും ഈ ലോകത്തിലെ ജ്ഞാനം കൊണ്ട് നേടാൻ കഴിയില്ല. അമ്മേ, അതുകൊണ്ടൊരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്നത് ലോകത്തിൻ്റെ ജ്ഞാനത്തിൽ നേടാനല്ല, അർത്ഥാൽ നിന്റെ ബുദ്ധിക്കനുസരിച്ച് ചലിക്കാനല്ല. അമ്മേ, നിന്റെ ബുദ്ധി കൊണ്ട് സാങ്കല്പികമായ ലോകം കെട്ടി പലരും പിണങ്ങുന്നതുണ്ട്. പാസ്റ്റർ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് എനിക്ക് ചിലത്, ഹല്ലേലൂയ, പാസ്റ്റർ പ്രാർത്ഥിച്ചെടുത്ത് തരാൻ ലുലുമാളല്ല. ലുലുമാളാണെങ്കിൽ ക്രെഡിറ്റ് കാർഡോ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും ഒന്നുമില്ലെങ്കിൽ പോയി 2 സാധനം മേടിച്ചെങ്കിലും, എടാ, ദൈവത്തിൻ്റെ വ്യവസ്ഥയ്ക്കകത്ത് ഒരു ചർച്ചിൻ്റെ കവറിങ് ഉണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അമ്മേ, അതിന് എത്ര വലിയ ലോകത്തിലുള്ള അപ്പോസ്തലൻ വന്ന് പ്രാർത്ഥിച്ചാലും ദൈവദാസൻ പ്രാർത്ഥിക്കും പോലെ നിനക്ക് വിടുതൽ ലഭിക്കില്ല. ഇനി 21 ഇവിടെ ഉപവസിക്കാൻ നേരത്ത് എത്ര വലിയ ശക്തന്മാരായ ദൈവദാസന്മാർ പ്രാർത്ഥിച്ചാലും ദൂത് പറഞ്ഞാലും നിന്റെ കെട്ട് പൊട്ടണമെങ്കിൽ നിന്റെ സഭയിലെ പാസ്റ്റർ പ്രാർത്ഥിച്ചാലേ പറ്റൂ. അതിനെ പറയുന്ന പേരാണ് സ്പിരിച്വൽ കവറിങ്. സ്പിരിച്വൽ കവറിങ്. വേദപുസ്തകം പറയുന്നു, ആത്മീകമായൊരു കവറിങ്ങിലാണ് ദൈവസഭ. എന്തുകൊണ്ട്? സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൂതൻ കാരാഗ്രഹത്തിൽ, യോഹന്നാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചൂടായിരുന്നോ? യാക്കോബിനെ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചൂടായിരുന്നോ? ഇവരെല്ലാം ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചെങ്കിൽ എന്തേ ദൂതൻ ഇറങ്ങിയില്ലല്ലോ? ദൂതൻ ഇറങ്ങിയത് എവിടെയാ? സഭ ശ്രദ്ധയോടെ. എന്ന് പറഞ്ഞാൽ സഭയ്ക്കകത്ത് മാത്രം ദൈവം കൊടുത്തൊരു അധികാരമുണ്ട്. അതൊരു ദൈവദാസന്റെ കുത്തകയല്ല. ആമേൻ. ഒരു ദൈവദാസന്റെ കഴിവോ മിടുക്കോ അല്ല. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിയില്ലെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് എത്രയോ പ്രായം ചെന്ന അപ്പച്ചന്മാർ കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാക്കുന്നവ കണ്ടിട്ടുണ്ട്. 2.5-3 മണിക്കൂർ ആ വേദിയിൽ നിന്ന് ഞങ്ങൾ പ്രസംഗിച്ച വെളിപ്പെടാത്ത വിടുതൽ അവരുടെ ഒറ്റ പ്രാർത്ഥനയിൽ വെളിപ്പെടുമ്പോൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കാരണം എന്തെന്നറിയാമോ? അത് ദൈവസഭയുടെ കവറിങ്ങിലാണ്. ഹല്ലേലൂയ.
ദൈവസഭ ഒരു തോട്ടമാണ്, ഒരു തോട്ടമാണ്. അടുത്ത പദമാണ് കെട്ടി അടയ്ക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മാത്രമേ സംരക്ഷണമുള്ളൂ. ഇതിനകത്തുനിന്ന് ചാടാൻ ശ്രമിക്കുന്നവനെല്ലാം തകരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഏത് ചർച്ചിലാണെന്ന് ഓർക്കുന്നില്ല, പറഞ്ഞൊരു പദമുണ്ട്. യോബ് ദൈവഭക്തനായിരിക്കാനുള്ള കാരണം, ദൈവത്തോട് സാത്താൻ പോയി പറയുക, അവൻ ഭക്തനായിരിക്കാൻ കാരണം അവന് ചുറ്റും നീ വേലി. ഹല്ലേലൂയ. യോബിന് ചുറ്റും വേലി കെട്ടിയത് കൊണ്ട് ഇന്നും ഭക്തനായി. ഞായറാഴ്ച പള്ളി വരുന്നത് പ്രബോധിപ്പിക്കുന്ന സാക്ഷ്യത്തിന് സമയം കിട്ടിയില്ലെങ്കിലും ചാടി എഴുന്നേൽക്കുന്നത്, പാടുന്നവ പ്രാർത്ഥിക്കുന്നതല്ല ദൈവം വേലി കെട്ടിയത് കൊണ്ട്. ഈ വേലി പുതുനിയമത്തിൽ ഒരേ ഒരു വേലയുള്ളൂ, അത് ദൈവസഭയ്ക്ക് ചുറ്റും കെട്ടിയ ദൈവത്തിന്റെ വേലിയാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തിന് ആരാധന കൊടുക്കണം. പലരും ദൈവസഭയുടെ പ്രാധാന്യം അറിയാൻ കഴിയാവേ, ദൈവ ആരാധനയുടെ പ്രാധാന്യം അറിയാൻ കഴിയാവേ, അലക്ഷ്യമായ ജീവിതത്തിന്റെ എവിടെയൊക്കെ ഒരു പ്രയോറിറ്റി ഇല്ലാതെ, മുൻഗണന ഇല്ലാതെ ഒരു സിസ്റ്റമാക്കി ആരാധന മാറുമ്പോൾ ഞാൻ ആത്മാവിൽ പറയാ, നീ വേലിക്ക് പുറത്താണ്. ഹല്ലേലൂയ. കഴിഞ്ഞ 2-3 ആഴ്ചകളായി വരുന്ന കോളുകൾ മുഴുവനും വിവിധ മതത്തിൽപ്പെട്ടവരുടെയാണ്. ലൈവാണ്, ഞാൻ എടുത്തു പറയുന്നില്ല. പക്ഷേ അവരോട് ഞാൻ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: നിങ്ങൾ ഏതെങ്കിലും സഭയിലെ അംഗങ്ങളാകണം. നിങ്ങൾ സബിംബാസ പ്രസംഗം കേട്ടത് കൊണ്ട് നേരെയാകണമെന്നില്ല. ഏതെങ്കിലും സഭയ്ക്കകത്ത് പോയി അംഗമാകണം. ഏതെങ്കിലും ദൈവദാസന്റെ കീഴിൽ നീ നിൽക്കാൻ പഠിക്കണം. അവിടെയാണ് ദൈവത്തിന്റെ കവറിംഗ് ഉള്ളത്. ഈ പകൽ വിശ്വസിക്ക്, ഇന്ന് പകൽ നിന്റെ ജ്ഞാനത്തിനകത്തല്ല, ദൈവത്തിന്റെ വിഷ്ടത്തിനകത്ത് കയറി വാ. വൈഡബാല ഹർത്തബാല ഹക്ഷബാല ധാരധാര. ദൈവത്തിന്റെ കവറിംഗ് വിട്ടുപോകരുത്, ദൈവത്തിന്റെ കവറിംഗ് വിട്ടുപോകരുത്. ഈ പകൽക്കാലം ദൈവത്തിന്റെ കവറിംഗ് വിട്ടുപോകരുത്. ഈ പകൽ തകർന്നു പോകാൻ സാധ്യതയേറെയാണ്. ഇന്ന് പകൽ കടിക്കാൻ ആഹാരമില്ലേലോ, ഭരിക്കാൻ വസ്ത്രമില്ലേലോ, ഇന്ന് പകൽക്കാലം ദൈവസഭയ്ക്ക്, ദൈവത്തിന്റെ ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു തലമുറ ഈ പകൽ എഴുന്നേറ്റു വരട്ടെ. വൈഡാബാല ഹർത്താബാല വൈശാബാല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. ഈ പകൽക്കാലം ലോകത്തിന്റെ ജ്ഞാനം അങ്ങനെയാണ്. നമുക്ക് പുറത്തു പോയാലും നിലനിൽപ്പുണ്ടെന്ന ഇല്ല പ്രിയരെ. എങ്കിൽ ഈ വ്യവസ്ഥ ദൈവം വയ്ക്കില്ലായിരുന്നു, ഈ കൂട്ടായ്മ ദൈവം വയ്ക്കില്ലായിരുന്നു, ദൈവസഭ എന്ന ആത്മീക മർമ്മം ദൈവം സ്ഥാപിക്കത്തില്ലായിരുന്നു. ഈ പകൽക്കാലം നിന്റെ ജ്ഞാനമുടയണം, നിന്റെ ജ്ഞാനമുടയണം. ദൈവത്തിന്റെ വിഷ്ടത്തിനകത്ത് നീ കയറി വരണം. അമ്മേ, നമ്മുടെ ബുദ്ധി കൊണ്ട്, നമ്മുടെ പ്രാപ്തി കൊണ്ട്, നമ്മുടെ പണം കൊണ്ട്, നമ്മുടെ ആരോഗ്യം കൊണ്ട്, സൗന്ദര്യം കൊണ്ട് കെട്ടിപ്പടുക്കാമെന്ന് കരുതുന്നു ശാശ്വതമല്ല. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊട്ടിഘോഷിച്ച് നടത്തിയ എത്രയോ വിവാഹങ്ങൾ തകർന്നുപോയി. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? സങ്കല്പം കൊണ്ട് ചെയ്തു വിട്ട ആമെ കെട്ടി ഉയർത്തിയ കോട്ടകൾ എത്രയോ തകർന്നു പോയി. ആമേൻ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ പറഞ്ഞത്, ആമേ ദൈവദാസനെ, നമ്മുടെ കേരളത്തിൽ ആമേ കല്യാണം നടക്കുന്നത് ആണും പെണ്ണുമായിട്ടാ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അമേരിക്കയിലൊക്കെ കല്യാണം നടക്കുന്നത് ആണും പെണ്ണുമായിട്ട് തന്നെയാ. പക്ഷേ അവർ കല്യാണം നോക്കുന്നത് സ്റ്റാറ്റസ് അനുസരിച്ചാണ്. ഹലോ ഹലോ, ഇന്ന ജോലിയുള്ളവർ, ഇത്രയും പൈസയുള്ളവർ. ഹല്ലേലൂയ. ഇത് ലോകത്തിൻ്റെ ജ്ഞാനമാണ്. എന്തുകൊണ്ട് കുടുംബങ്ങൾ തകരുന്നു?
എന്തുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതികൾക്കകത്ത് കയറി വരുന്നില്ല? ലോകത്തിൻ്റെ ജ്ഞാനത്തിനകത്ത് പോകുമ്പോൾ, ഒരു തലമുറ മുഴുവനും തകർന്നു പോകുമ്പോൾ, ഈ പകൽ ദൈവാത്മാവ് പറയുക, ജ്ഞാനി എവിടെ, ശാസ്ത്രി എവിടെ, താർക്കികൻ എവിടെ? ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം പോഷത്വമാക്കിയല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ സിസ്റ്റത്തിനകത്ത് ദൈവത്തെ കൊണ്ടുവരാൻ നിൽക്കരുത്. നിന്റെ തീരുമാനത്തിനകത്ത് ദൈവത്തെ കൊണ്ടുവരാൻ നിൽക്കരുത്. ദൈവത്തിൻ്റെ സിസ്റ്റം വേറെയാണ്, ദൈവത്തിൻ്റെ തീരുമാനം വേറെയാണ്. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? ലോകത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ പ്രത്യേകത അത് കാലങ്ങൾക്കനുസരിച്ചുള്ള ജ്ഞാനമാണ്. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലങ്ങൾക്കതീതമായ ജ്ഞാനമാണ്. എന്താ കാലം? എന്താ കാലം? രാവിലെ എഴുന്നേറ്റ് വരാൻ കാരണം എന്താ? സൂര്യൻ ഉദിച്ചത് കൊണ്ടാ. സത്യത്തിൽ സൂര്യൻ ഉറങ്ങുന്നൊന്നുമില്ല. സൂര്യൻ ഉറങ്ങുന്നൊന്നുമില്ല. സൂര്യൻ റൊട്ടേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഹലോ, നമ്മൾ പറയുക സൂര്യൻ പോയി ചന്ദ്രൻ, ഇതൊന്നും നടക്കുന്നില്ല. ഇതൊക്കെ നമ്മുടെ ജ്ഞാനമാണ്. അമ്മേ, സൂര്യൻ പോകുന്നില്ല പ്രിയരെ, സൂര്യൻ റൊട്ടേറ്റ് ചെയ്യുന്നുള്ളൂ. സൂര്യൻ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭൂമിയും തന്നെത്താനെ റൊട്ടേറ്റ് ചെയ്യുക. അമ്മേ, ഭൂമി ഏകദേശം ഒന്ന് ചരിഞ്ഞാ റൊട്ടേറ്റ് ചെയ്യുന്നേ. അതുകൊണ്ട് മാത്രമാണ് ഓരോ പകലും രാത്രിയും വെളിപ്പെടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മേ, ഇന്നലെ രാത്രി ഞങ്ങൾ ഇവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 11:30 ആയപ്പോൾ ഒരു വ്യക്തി എന്നെ വിളിച്ചത് കാനഡയിൽ നിന്നാണ്. പക്ഷേ കട്ടിയല്ലേ ആര് പറയാ? പക്ഷേ ഇവിടെ രാവിലെ ആയതേ ഉള്ളു. ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് വയ്ക്കാമോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഈ കാലങ്ങൾ വെളിപ്പെടുന്നത് ആമേൻ, ഈ കാലങ്ങൾ വെളിപ്പെടുന്നത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാലങ്ങൾക്കതീതമാണ്. അമ്മേ, എന്ന് പറഞ്ഞാൽ പകലും രാത്രിയൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. നമ്മളും സ്വരുക്കൂട്ടുന്ന നമ്മുടെ ജ്ഞാനവും ഇതിനകത്താണ്. അതുകൊണ്ടാണ് രാവിലെ 9:30 ഇവിടെ ആരാധന വച്ചത്. കാരണം സൂര്യൻ ഉദിച്ചു വരും, എല്ലാവർക്കും ബസ് കയറി വരാൻ എളുപ്പമുണ്ട്, വരുന്നവർക്കെല്ലാം തക്ക സമയത്ത് വരാൻ കഴിയും. ഇതൊക്കെ ചിന്തിച്ചിട്ട് ഈ സമയത്ത് ഇതെല്ലാം നമ്മുടെ ജ്ഞാനമാണ്. നമ്മളൊരു കാര്യം സെറ്റ് ചെയ്യുന്നത് കാലങ്ങളനുസരിച്ചാണ്, അല്ലേ? സമയങ്ങളനുസരിച്ചാണ്. രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകുന്ന സമയത്തിൻ്റെ ഷെഡ്യൂളിനനുസരിച്ചാണ്. ഇറങ്ങേണ്ട സമയത്ത് ഇറങ്ങി നിന്നില്ലെങ്കിൽ സ്കൂൾ ബസ് പോകും, KSRTC ബസ് പോകും. ജോലിക്ക് എത്തേണ്ട സമയത്ത് എത്തിയില്ലെങ്കിൽ അന്നത്തെ ശമ്പളം കിട്ടില്ല. ഇതെല്ലാം കാലത്തിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്ന ജ്ഞാനങ്ങളാണ്. പക്ഷെ ദൈവത്തിന്റെ പ്രത്യേകത, ദൈവത്തിന്റെ ജ്ഞാനം കാലങ്ങൾക്കനുസരിച്ചല്ല, ദൈവത്തിന്റെ ജ്ഞാനം കാലങ്ങൾക്കതീതമാണ്. എത്ര പേർക്ക് മനസ്സിലായി? എന്ന് പറഞ്ഞാൽ നിന്റെ 24 മണിക്കൂറും, നിന്റെ 1 വർഷവും, നിന്റെ 10 വർഷമൊന്നും ദൈവത്തിനൊരു വിഷയമേ അല്ല. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, നിങ്ങളുടെ ഒരു ദിവസം, നമ്മുടെ ഒരു ദിവസം 24 മണിക്കൂറേ ഉള്ളൂ. ആരൊക്കെ കൂട്ടാൻ ശ്രമിച്ചാലും കൂടത്തുമില്ല, കുറയ്ക്കാൻ ശ്രമിച്ച കുറയത്തും ഇല്ല. പക്ഷെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ ഒരു ദിവസം നിങ്ങളുടെ 1000 ദിവസത്തെക്കാൾ ഉത്തമമാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു ദിവസം നിന്റെ 1000 ദിവസത്തെക്കാൾ, നിന്റെ 1000 വർഷത്തെക്കാൾ ഉത്തമമാണ്, അതിനേക്കാൾ വലുതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടിപ്പോയ 80 വർഷം ജീവിക്കും, 80 വർഷം ജീവിക്കും. ദൈവത്തിൻ്റെ ഒരു ദിവസം നീ ജീവിക്കുന്നതിനേക്കാൾ 10 ഇരട്ടി വലിപ്പമുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജ്ഞാനത്തിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന കാലമല്ല ദൈവം ചലിക്കുന്നത്. ദൈവം കാലത്തിനതീതനാണ്.
ഈ പകൽക്കാലം ആത്മാവിലൊരു ദൂത് കൈമാറാ. വർഷങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് ചില ദിവസങ്ങൾ കൊണ്ട് എൻ്റെ ദൈവം പൂർത്തീകരിച്ചു തരാ. എൻ്റെ ദൈവ ലോകത്തിൻ്റെ ജ്ഞാനത്തെ ഉടച്ചിട്ട് ദൈവത്തിൻ്റെ പദ്ധതി നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തുന്ന സീസണുകള് എൻ്റെ ദൈവം തുറവ് വരും. വൈഡാബാല ഹർത്താമാന വൈഡാമാന ഹർഷാരാവ വൈഡാമാന ഹർത്താരാദ റീഖാമാന വൈഡാബാല റീബര വൈഡബരംദര വൈഡബരഗബാ റീബര വച്ഛബരംദ റീബാരാബ റീബാരാബ ശേരേ ധേരേ. ആമേൻ. പ്രിയരെ, നമ്മുടെ കാൽക്കുലേഷൻ അല്ല ദൈവത്തിൻ്റെ കാൽക്കുലേഷൻ. നമ്മുടെ കണക്കൂട്ടലുകളല്ല ദൈവത്തിൻ്റെ കണക്കൂട്ടുകൾ. ഈ പകൽക്കാലം മാനുഷിക ജ്ഞാനം വെച്ച് അളമളം ഇരിക്കരുത്. ദൈവം പറഞ്ഞ ദൂതവിടെ, ദൈവം പറഞ്ഞ ദൈവപ്രവൃത്തി എവിടെ? എൻ്റെ തലമുറ തകർന്നു തുടങ്ങിയല്ലോ, എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയായി മാറിയല്ലോ, ഇനി എന്ത് സംഭവിക്കും? വെറും പരാജയമെന്ന് കരുതി ഈ പകൽക്കാലം എണ്ണി തീർക്കരുത്. ഒരു ആത്മാവിനൊരു ദൂതുണ്ട്. മാനുഷിക ജ്ഞാനമല്ല കുഞ്ഞ് നിന്റെ മേൽ ചലിക്കുന്നത്, മനുഷ്യന്റെ ജ്ഞാനത്തെ പോഷത്വമാക്കുന്ന ദൈവത്തിന്റെ ജ്ഞാനം നിന്നിൽ വെളിപ്പെട്ട ഇതുവരെ കാണാത്ത ചിലവ് നിന്നിൽ വെളിപ്പെട്ടു വരുമെന്ന് പറഞ്ഞ ഈ പകൽ സ്വീകരിക്ക. തന്റെ ഇളമുള്ളവർ എത്ര പേരുണ്ട്? കരമടിച്ച വൈഡാബാല ഹർത്താബാല ജീവന വൈഡബരംദര വൈഡബരംദ. ആമേൻ. പക്ഷേ ഇനി നടക്കില്ല, ഇനി നടക്കില്ല, ഇനി സാധ്യത ഒന്നുമില്ല, ഒരു നിവർത്തിയില്ല. ഹലോ, എൻ്റെ കൂടെ ഇറങ്ങിയ എൻ്റെ സഹോദരപുത്രനായ ലോത്ത് അനുഗ്രഹിക്കപ്പെട്ടു. എൻ്റെ മന്മയുടെ ഓഹരിക്കാരനായി ഇലയാസർ മാറാൻ സാധ്യതയുണ്ട്. അബ്രഹാമേ, നിന്റെ ജ്ഞാനമല്ല ദൈവത്തിൻ്റെ ജ്ഞാനം. ഹല്ലേലൂയ. നിന്റെ ബുദ്ധി അല്ലടാ ദൈവത്തിന്റെ ബുദ്ധി. നിന്റെ ബുദ്ധിയെ പോഷത്വമാക്കിയിട്ട് ദൈവത്തിന് നിന്റെ ഭാര്യയായ സാറയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഒരു തലമുറയല്ല, ഒരു രാജ്യത്തെ പുറത്തെടുക്കോ കഴിയുമെന്ന് വിശ്വസിക്കുന്നവനാണ് ദൈവത്തിന്റെ മകൻ. മനസ്സിലായോ? ലോകത്തിന്റെ ജ്ഞാനത്തിൽ അബ്രഹാം പറയുക, ശരീരം ബലഹീനപ്പെട്ടു, സാറയുടെ ഗർഭപാത്രം ബലഹീനപ്പെട്ടു, ഇനി ഒരു സാധ്യതയില്ല. പക്ഷെ ദൈവം പറയുക, അബ്രഹാമേ, നിന്റെ കാലത്തിനനുസരിച്ച് ചലിക്കുന്നവനല്ല ഞാൻ. നിനക്കും 99 വയസ്സ് അധികമായേക്ക, നിന്റെ ബുദ്ധി കൊണ്ട് കാല് തീർന്നേക്ക. പക്ഷെ കാലപ്പഴക്കമില്ലാത്തവർ, കാലഘടികാരങ്ങളെ നിയന്ത്രിക്കുന്ന എനിക്ക് ഇതൊരു സമയമല്ല. ഇന്ന് പകൽ പിടിക്കാൻ കഴിയുമെങ്കിൽ ഈ പകൽ സ്വീകരിക്ക. വലിയ ദൈവത്തിന്റെ പ്രസൻസ് ചലിക്കുക, വലിയ ദൈവത്തിന്റെ ജ്ഞാനം വെളിപ്പെടുക. ഇതുവരെ സഭ കാണാത്ത രീതിയിൽ വലിയ ഉയർച്ചകൾ. കരമടിക്കുമെങ്കിൽ നന്നായി, അന്യഭാഷ പറയുന്നെങ്കിൽ നന്നായി. ഈ പകൽക്കാല എല്ലാം ഞായറാഴ്ചയും വന്നിരിക്കുന്ന ലാഘവത്തിൽ ഇത് സ്വീകരിക്കരുത്. നിന്റെ ചരിത്രത്തെ തിരിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ ജ്ഞാനം. ദൈവദാസനെ, ഒരു സാധ്യതയില്ല. ഇന്നേക്ക് 25 വർഷം മുമ്പ് കേട്ട വാഗ്ദത്തം ഇതുവരെ നിവർത്തിച്ചില്ല. ദൈവത്തിന് വേണ്ടി ഞാൻ യാഗപീഠം പണിതു, ദൈവത്തിന് വേണ്ടി ഞാൻ യാഗമർപ്പിച്ചു, ദൈവം എന്നിൽ പ്രസാദിച്ചെന്ന് കരുതി. പക്ഷെ കാലങ്ങൾ പഴകിപ്പോയി. ഇനി എനിക്ക് പ്രവർത്തിക്കോ, എന്നിലത് വെളിപ്പെടോ സാധ്യതയില്ലെന്ന് പറയുന്ന ആരോടൊക്കെയോ ദൈവാത്മാ പറയും, കുഞ്ഞേ, നീ കാലത്തിന് അധീനനാണ്.
ഓ റിബാല വൈഡ ബാല റിബാല വശബാര ധാര ബാല വൈഡ. പകലാരൊക്കെ പറയുന്നുണ്ട് ദൈവദാസനെ സാധ്യതയില്ല. ഞാൻ ഈ ആലയത്തിൽ വന്ന കാലത്തായിരുന്നെങ്കിൽ മേ ബി അത് സംഭവിക്കാമായിരുന്നു. എൻ്റെ കുടുംബത്തിനൊരു വിടുതൽ കിട്ടുമായിരുന്നു. എൻ്റെ തലമുറയുടെ സാഹചര്യം മാറുമായിരുന്നു. ഈ പകലാത്മാവിൽ ദൂത് കൈമാറാം. ജ്ഞാനി എവിടെ? ആമേൻ. ജ്ഞാനി എവിടെ? താർക്കികൻ എവിടെ? ലോകത്തിൻ്റെ ജ്ഞാനത്തെ പോഷത്വമാക്കുന്ന ദൈവത്തിൻ്റെ ജ്ഞാനം നിന്നിൽ വെളിപ്പെടാൻ പോകുക. ഇതുവരെ കാണാത്ത ചില പദ്ധതികൾ കാലങ്ങൾക്കതീതനല്ല. നീ കാലങ്ങൾക്കതീതനല്ലെന്ന് തെളിയിക്കുന്ന ചില ദൈവമകത്ത് ഇന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടാൻ പോകുകയോ. കരമടിച്ച് ആത്മാവിൽ സ്വീകരിക്ക. ഇനിയമ്മ ഞാൻ എൻ്റെ തലമുറയുടെ ഭാവി കാണുന്നേ. എൻ്റെ ശരീരം വാർദ്ധക്യം പിടിച്ചു. ഇനിയമ്മ ഞാൻ വാക്തത്വം കാണുന്നേ എന്ന് പറയും ആരോടൊക്കെയോ. ഈ പകൽ ലിറ്ററലി ദൂതിടപെടുകയാ. കുഞ്ഞേ, നിനക്കറിയാത്ത ഒരു ജ്ഞാനമുണ്ട്. നിനക്കറിയാത്ത ഒരു ജ്ഞാനമുണ്ട്. പ്രിയ ദൈവമേ, നിനക്കറിയാത്തൊരു ജ്ഞാനമുണ്ട്. നിനക്കറിയാത്തൊരു വിസ്ഡമുണ്ട്. കാലപ്പഴക്കങ്ങൾ കൊതുക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ ജ്ഞാനമാണത്. വേദപുസ്തകത്തിനകത്തൊരു പദമുണ്ട്. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു വാക്യമുണ്ട്. കഴിഞ്ഞ ആഴ്ച പറയുന്നൊരു പദമുണ്ട് പഴയ നിയമത്തിനകത്ത്. ക്ഷാമകാലത്ത് ദേശം മുഴുവനും, ദേശം മുഴുവനും, ശമരിയ പട്ടണം മുഴുവനും, എൻ്റെ കൂടെ ഉണ്ടോ, സ്വന്തം മക്കളെപ്പോലും പുഴുങ്ങി അപ്പനമ്മമാർ ഭക്ഷിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം. ദേശം മുഴുവനും വരൾച്ച നിറഞ്ഞ് ക്ഷാമം കൊണ്ട് നിൽക്കുക. അപ്പോൾ പ്രവാചകനോട് ദൈവം പറയുക, ക്ഷാമത്തിന്റെ നടുവിൽ ദൈവം പറയുക, അടുത്ത പകൽ. അതാണ് എന്നെ ചിന്തിപ്പിച്ചൊരു പദം. ആ പദം ഇങ്ങനെയാ, അടുത്ത സമയത്ത്, അടുത്ത പകൽ. ഇതേ സമയമാകുമ്പോ ശമരിയുടെ പടിവാതിക്കൽ മേൽത്തരമായ ഗോതമ്പ് കൊണ്ട്, എന്തുകൊണ്ട്? മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് ഞാൻ ഇസ്രായേലിന് ഭക്ഷിപ്പിക്കുമെന്ന് പറ. I'm a finance in the family. ക്ഷാമത്തിലും മേത്തരമായത് വരുമോ? ക്ഷാമകാലത്ത് മേത്തരമായത് വരുമോ? പ്രിയരെ, ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ. ക്ഷാമകാലത്ത് മേത്തരമായത് വരുമോ? വരാൻ സാധ്യതയുണ്ടോ? സ്വന്തം മക്കളെ പുഴുങ്ങി ഭക്ഷിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്ത്, ഹലോ, മരണം മാത്രം മുഖാമുഖമായി കണ്ടുകൊണ്ടിരുന്ന കാലഘട്ടത്ത്, ഏതപ്പനാ ഏതമ്മയാ മക്കളെ പുഴുങ്ങി തിന്നുന്നേ? ക്ഷാമത്തിന്റെ തീവ്രത നിങ്ങളൊന്ന് ചിന്തിച്ചോണം. ആ കാലഘട്ടത്തിന്റെ ഭീകരത ഒന്ന് ചിന്തിച്ചോണം. അവിടെ മനുഷ്യന്റെ ജ്ഞാനത്തിൽ പറയുക, ഇനി മരണമല്ലാതെ വേറൊന്നില്ല. പക്ഷെ ദൈവത്തിന്റെ പ്രവാചകനോട് ദൈവം പറയുക, നീ പറ, അടുത്ത പകൽ ഇതേ സമയമാകുമ്പോ എന്തുകൊണ്ട്? ഗോതമ്പ് കൊണ്ടല്ല, മേൽത്തരമായ ഗോതമ്പ് കൊണ്ട്. ഈ പകലേതൊക്കെ കുടുംബങ്ങളെ നോക്കി പ്രവചിക്കുക. ഇന്ന് പകൽ കുഞ്ഞ് ഈ അനുഭവിച്ചതല്ല.
ദൈവാത്മാവ് വ്യക്തമായി ഇടപെടുക. മേൽത്തരമായത് കീറിയമല്ല, ആരോ ഉപേക്ഷിച്ചമല്ല, സെക്കൻഡറി അല്ല. പ്രിയരേ, ആത്മാവിൽ ഞാനൊരു കാര്യം പറയാം. ലോകത്തിൻ്റെ ജ്ഞാനത്തിൽ എല്ലാം തകർന്നെന്ന് നീ പറഞ്ഞതിനകത്തിരുന്നാൽ, എല്ലാം തീർന്നെന്ന് നീ പറഞ്ഞിരുന്നാൽ, ദൈവം നിനക്കൊരു സീസൺ വച്ചിട്ടുണ്ട്. കാലങ്ങൾക്കപ്പുറം, കാലഘട്ടങ്ങൾക്കപ്പുറം പ്രവർത്തിക്കുന്നൊരു ദൈവത്തിൻ്റെ ജ്ഞാനമുണ്ട്. ക്ഷാമത്തിലും മേൽത്തരമായത്. ഏതൊക്കെ കുടുംബങ്ങൾ പട്ടിണി കിടന്നാലും, ഏതൊക്കെ തലമുറകൾ പട്ടിണി കിടന്നാലും, ഏതൊക്കെ വ്യക്തികൾ ദേശത്ത് അലഞ്ഞു തിരിഞ്ഞു നടന്നാലും, ഏതൊക്കെ കൂടാരത്തിനകത്ത് ക്ഷാമം കൊടികുത്തി വാണാലും, ഈ പകൽക്കാല പറ മേൽത്തരമായത് എപ്പോ? ക്ഷാമകാലത്ത്. ആ ഫ്രേസ് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. ഫൈനസ്റ്റ് ഇൻ ദി ഫാമിൻ. ഹല്ലേലൂയ. ക്ഷാമകാലത്ത് മേൽത്തരമായത്. കീറിപ്പറഞ്ഞ വസ്ത്രമിട്ട ഇന്നലകൾ നിനക്ക് കണ്ടേക്കാം. ആരുടെയൊക്കെ മുൻപിൽ കൈ നീട്ടി ജീവിച്ച ഇമ്മലകൾ നിന്റെ ജീവിതത്തിൽ കണ്ടേക്കാം. ഇമ്മലകളുടെ ജീവിതത്തിനകത്ത് റേഷനരി മാത്രം വാങ്ങി ഭക്ഷിച്ച ഇമ്മലകൾ നിന്നെ കണ്ടേക്കാം. പക്ഷെ കാലഘട്ടങ്ങൾ, ഈ പുസ്തകം നീ ചുമന്ന കാലഘട്ടങ്ങൾ തിരിയ. ഇന്ന് പകൽക്കാല തീർന്നെന്ന് പറഞ്ഞ നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ മേൽത്തരമായ ചിലവ് ആരൊക്കെ സ്വീകരിക്കുന്നുണ്ട്? ഈ പകൽ സ്വീകരിക്ക്. ഞാൻ എൻ്റെ അനുഭവത്തും പ്രസംഗിക്കുക. പറ മേൽത്തരമായത്. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് പറ മേൽത്തരമായത്. അമ്മ ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കൈയും കൊടുക്കേണ്ട, പറയേ വേണ്ട. ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചോ. എനിക്ക് ജീവിക്കാൻ ഒട്ടും താല്പര്യമില്ല. കാരണം എൻ്റെ ജ്ഞാനമല്ല ദൈവത്തിൻ്റെ ജ്ഞാനം. ബൈബിളിലൊരു വാക്യമുണ്ട്. ദൈവവചന വാക്യം ഇങ്ങനെയാണ്. അമ്മേ, ഈ സഹോദരന്മാർ തമ്മിൽ നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, സൺഡേ സ്കൂൾ പഠിപ്പിക്കേണ്ട ഗതികേടാണ്. സഹോദരന്മാർ തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വച്ച് ദൈവം കേട്ടാൽ ആ വിഷയത്തിൽ ദൈവം സീലടിക്കും. അമ്മേ, അതിനാ കൈ കൊടുത്തൊക്കെ പറയാൻ മടിച്ചിരുന്നോ കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ വന്നിരുന്നിട്ടങ്ങ് പോകാം, പറയാം. അയ്യോ, വന്നിട്ടൊന്നും കിട്ടിയില്ല, നേടിയില്ല, എന്തിനാ പോണേ പറഞ്ഞുകൊണ്ടിരുന്നോ. ആമേൻ. ലോകത്തിന്റെ ജ്ഞാനത്തിൽ നടന്നാൽ അങ്ങനെയാ. പക്ഷെ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ നടന്നാൽ ക്ഷാമത്തിലും മേൽത്തരമായത്. ആമേൻ. 100-ാമത്തെ വയസ്സിലും വാഗ്ദത്തം വരും. 100-ാമത്തെ വയസ്സിലും വാഗ്ദത്തം പുറത്തു വരും. ആമേൻ. 89-ാമത്തെ വയസ്സിൽ സാറയുടെ ഗർഭപാത്രത്തുനിന്ന് ഒരു സഹകല്ലവമ്മേ, ഒരു രാജ്യം പുറത്തു വന്ന് അത് വാഗ്ദത്ത നിവർത്തിയാണ്. പ്രിയരെ, മനുഷ്യന്റെ ജ്ഞാനം വേറെ, ദൈവത്തിന്റെ ജ്ഞാനം വേറെ. ഇവകളൊന്ന് ചിന്തിച്ചേ. ദൈവം പറയുന്നു ക്ഷാമത്തിലും മേൽത്തരമായത്. ജനം പറയുന്നു ഈ ക്ഷാമം ഞങ്ങളെ, ക്ഷാമത്തിന്റെ ബുദ്ധി ജനത്തിന്റെ ബുദ്ധി തകർക്കുമെന്നതാണ്. ദൈവത്തിന്റെ ജ്ഞാനം ഈ ക്ഷാമത്തിലും എനിക്ക് മേൽത്തരമായത്. അമ്മേ ഹല്ലേലൂയ.
എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. സുവിശേഷങ്ങളിൽ അർദ്ധരാത്രിയിൽ ഒരു നക്ഷത്രം വാനത്തിൽ തെളിഞ്ഞപ്പോൾ വിദ്വാൻമാർ ജ്ഞാനം കൊണ്ട് നക്ഷത്രം കണ്ട് അവർ പറയുകയാണ് രാജാവ് ജനിച്ചു. ഹല്ലേലൂയ. എവിടെയോ ഒരു രാജാവ് ജനിച്ചു. മൂന്ന് കാര്യവുമായി ശ്രദ്ധിക്കണമേ. രാജകൊട്ടാരത്തിൽ പോകുകയാണ്. രാജകൊട്ടാരത്തിൽ പോയിട്ട് രാജാവിനോട് ചോദിക്കുന്നു, അയ്യോ ഞങ്ങൾ നക്ഷത്രങ്ങളെ കണ്ടു. നക്ഷത്രങ്ങളെ കണ്ടെങ്കിൽ ഒരു രാജാവ് ജനിച്ചിട്ടുണ്ട്. പാവം പിടിച്ച വിദ്വാൻമാർ ചിന്തിച്ചത്, മനുഷ്യന്റെ ജ്ഞാനം കൊണ്ട് ചിന്തിച്ചത്, ഒരു രാജാവ് ജനിക്കണമെങ്കിൽ എവിടെ ജനിക്കണം? നിങ്ങൾ പറഞ്ഞില്ല. ഒരു രാജാവ് ജനിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് രാജകൊട്ടാരത്തിലെങ്കിലും ജനിക്കണം. പക്ഷെ ദൈവത്തിന്റെ ജ്ഞാനം കണ്ടോ, ഒരു രാജാവ് ജനിച്ചെന്ന് കരുതി വിദ്വാൻമാർ രാജകൊട്ടാരം തേടിപ്പോയപ്പോ രാജാവ് ജനിച്ചത് രാജകൊട്ടാരത്തിലല്ല, വഴിയമ്പലത്തിൽ ജനിച്ചു. പക്ഷത്തൊട്ടിയിൽ കിടത്തിയെങ്കിൽ ഈ പകൽക്കാലോ ദൈവത്തിന് ഒരുവനെ രാജാവാക്കാൻ ഇന്ന് പകൽ നിന്റെ നാവിൽ സ്വർണ്ണക്കരണ്ടിയുമാ ജനിക്കണമെന്നില്ല കുഞ്ഞേ. പിടിക്കാൻ കഴിയുമെങ്കിൽ കരമടിച്ചു സ്വീകരിച്ചോ. വൈഡാബാല ഹർച്ചാബാല ഹർച്ചാബാല വൈഡാബാല ഹർത്താരാബ വൈഡവരംദര വൈഡവരഗവാർ ഈ വരവച്ചവരംദര വൈഡ ചാരാദ റീഖാമാന വൈഡാബാല ഹർത്താരാബ റീബാരാബ. ഈ വചനം അങ്ങനെ റിലീസ് ആകട്ടോ. ഈ പകൽക്കാലം ഇതുവരെ വെളിപ്പെടാത്ത ദൈവിക ജ്ഞാന ചില കൂടാരങ്ങളെ ഒരു രാജാവ് എവിടെ ജനിക്കണം? രാജകൊട്ടാരത്തിൽ ജനിക്കണം. മനുഷ്യന്റെ ചിന്തയിൽ ഒരു രാജാവാകണമെങ്കിൽ രാജകൊട്ടാരത്തിൽ ജനിച്ചേ പറ്റൂ. നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞ വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചേ പറ്റൂ. അങ്ങനെയുള്ളവൻ മാത്രമേ രാജാവ് ആകൂ. ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, നീ എന്തിനാടാ പള്ളിയിൽ പോകുന്നേ, നീ എന്തിനാടാ സൺഡേ സ്കൂൾ പഠിക്കുന്നേ, നീ എന്തിനാടാ പള്ളി തൂക്കുന്നേ, നീ എന്തിനാടാ പായിടുന്നേ, നീ എന്തിനാടാ കസേര അടുക്കുന്നേ, നീ എന്തിനാടാ ദൈവം എന്ന് പറഞ്ഞ് ഓടുന്നേ. ഇന്ന് പകൽക്കാലം പറ, എൻ്റെ ദൈവത്തിൻ്റെ സിസ്റ്റം വേറെയാ, എൻ്റെ ദൈവത്തിൻ്റെ സിസ്റ്റം വേറെയാ, എൻ്റെ ദൈവത്തിൻ്റെ സിസ്റ്റം വേറെയാ. ദൈവം ലോകത്തിൻ്റെ ജ്ഞാനത്തെ പോഷത്തമാക്കുന്നവനാ. എൻ്റെ ദൈവം ലോകത്തിന്റെ ജ്ഞാനത്തെ പോഷത്തമാക്കും. രാജാവ് കൊട്ടാരത്തിൽ ജനിച്ചേക്കാം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ലോകത്തിലെ ജ്ഞാനം കൊണ്ട് രാജാവ് കൊട്ടാരത്തിൽ ജനിച്ചേക്കാം. പക്ഷേ രാജാവ് ജനിച്ചത് വിദ്വാൻമാരുടെ ജ്ഞാനത്തെ പോഷത്വമാക്കി. എൻ്റെ ഉടയവൻ ജനിച്ചത് വഴിയമ്പലത്തിലാണെങ്കിൽ ഈ പകൽക്കാലം നിന്റെ ജനനം ഒരു വിഷയമല്ല. നീ ഏത് കൂടാരത്തിൽ, നീ ഏത് കൊലത്തിൽ, ഏത് ഗോത്രത്തിൽ ജനിച്ചു എന്ന ഒരു വിഷയമല്ല. പിടിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ പറയട്ടെ, നീ എവിടെ ജനിച്ചു എന്നൊരു വിഷയമല്ല, നീ എവിടെ കിടന്നു എന്നൊരു വിഷയമല്ല, നിന്റെ സാഹചര്യം ഒരു വിഷയമേ അല്ല.
ഇന്ന് പകൽ നിന്നെ ഉയർത്ത. നിന്റെ ജനനം ഒരു വിഷയമല്ല, നിന്റെ കുടുംബം ഒരു വിഷയമല്ല, നിന്റെ ഗോത്രമോ കുലമോ ഒരു വിഷയമല്ല. ഇന്ന് പകൽ ലോകത്തിന്റെ ജ്ഞാനത്തെ പോഷത്വമാക്കിയിട്ട് രാജാതിരാജാവ് ആമേ ജനിച്ചു വീണതുപോലെ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ദൂത് കൈമാറോ. ഈ കാലഘട്ടങ്ങളെ പിടിച്ചു കുലുക്കാൻ കഴിയുന്ന ചില അഭിഷിക്തന്മാർ, ചില തലമുറകൾ നമ്മുടെ ആലയത്തിനകത്ത്, ഇതിന്റെ കൂടാരത്തിനകത്ത്, നിന്റെ ചോർന്നൊലിക്കുന്ന വീട്ടിനകത്ത് ആഴമായി ആഴമായി ദൈവാത്മാവ് ചലിക്കുക. ഇതിനകത്തിരിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും ഈ ദൂത് സ്വീകരിച്ച നിങ്ങളുടെ ചരിത്രം തിരിയും. ഇന്ന് പകൽക്കാലം ജനനമല്ല, ഹലോ, ജനിച്ച ഇടമല്ല നിന്റെ ഭാവി നിർണയിക്കുന്നത്. ജനിച്ച കാലഘട്ടമല്ല നിന്റെ ഭാവി നിർണയിക്കുന്നത്. ജനിച്ച സമയമല്ല നിന്റെ ഭാവി നിർണയിക്കുന്നത്. ഈ പകൽ ഭാവി നിർണയിക്കുന്നത് ദൈവത്തിന്റെ ജ്ഞാനമാണ്. ദൈവത്തിന്റെ ജ്ഞാനമാണ്. ഇതിന്റെ സഭയുടെ ഭാവി നിർണയിക്കുന്നത് ഏതോ കൂട്ടുകെട്ടുകളല്ല, ഏതോ മന്ത്രവാദികളല്ല, ഏതോ മാനുഷിക ജ്ഞാനമല്ല. ദൈവത്തിന്റെ ജ്ഞാനമാണെങ്കിൽ ഈ പകൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുക. ഈ പകൽ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുക. രാജാതിരാജാവ് ജനിച്ചത് വഴിയമ്പലത്തിലാ. ഹലോ, വഴിയമ്പലത്തിലാ. അവനെ കിടത്തിയത് പശുത്തൊട്ടിയില. നീ കിടക്കുന്ന അവസ്ഥ അല്ല നിന്റെ ഭാവി നിർണയിക്കുന്നത്. ഒരു പക്ഷേ കഴിഞ്ഞ ദിവസം ഞാനൊരു ദൈവദാസന്റെ ടെസ്റ്റിമണി കേട്ടു. എൻ്റെ ലൈഫുമായിട്ട് വളരെ കണക്റ്റഡ് ആയതുകൊണ്ട് ഞാൻ ഒത്തിരി അത് എൻകറേജ് ചെയ്തു. തമിഴ്നാട്ടിലുള്ള ബെന്നി ജോഷുവ എന്ന് പറയുന്ന ഇത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ശക്തമായി പാട്ടുകൾ എഴുതി പാടുന്ന ഒരു ദൈവ മനുഷ്യൻ. താൻ ആന്ധ്രയിൽ തെലുങ്കാനയിലാണെന്ന് തോന്നുന്നു. ഏകദേശം 10,000 ക്രൗഡിൻ്റെ മുൻപിൽ നിന്ന് പറഞ്ഞൊരു സാക്ഷ്യം. താൻ പറഞ്ഞത് ഇങ്ങനെയാ: ഒറ്റ മുറി വീട്ടിനകത്ത് കിച്ചൺ, ബെഡ്റൂം, ഹാള് എല്ലാം ആ വീടാ. താനും തൻ്റെ 3 സഹോദരങ്ങളും തൻ്റെ പിതാവും മാതാവും പാർത്തിരുന്നൊരു കാലം. മാറിയുടുക്കാൻ വസ്ത്രമില്ലാതെ ആരോക്കെ ഇട്ട് പടകിയത് അമ്മ പോയി കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇട്ടിരുന്നൊരു കാലം. കഴിക്കാൻ അരിയില്ലാതെ മറ്റുള്ളവരുടെ വീട്ടിൻ്റെ മുൻപിൽ റേഷനരിക്ക് വേണ്ടി കാത്തു നിന്നൊരു കാലം. ഇന്ന് ദൈവം തന്നെ മാനിച്ചു. 1000ങ്ങളുടെ 10,000ങ്ങളുടെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തന്നെ ദൈവം ഉപയോഗിച്ചു. താൻ പറഞ്ഞൊരു പദം ഇങ്ങനെയാണ്: താൻ ജീവിതത്തിൽ സ്വപ്നത്തിൽ തൻ്റെ സാഹചര്യം കൊണ്ട് ഇത്രത്തോളം ദൈവം ഉയർത്തുമെന്ന് കരുതിയില്ല. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അത്രമാത്രം വലുതെന്ന് പറഞ്ഞാൽ ദൈവ മനുഷ്യൻ ആ സ്റ്റേജിൽ നിന്ന് പൊട്ടിക്കരയുന്നത് ഞാൻ കേട്ടു. ഇന്ന് പകൽക്കാലം നമ്മുടെ അനുഭവം വേറെ അല്ല പ്രിയരെ, നമ്മുടെ അവസ്ഥകളും വേറെ ഒന്നുമല്ല. ഇന്ന് പകൽ ഒരു ഉറപ്പ് എനിക്കറിയാം: മാനുഷിക ജ്ഞാനത്തിലല്ല ഞാൻ നടക്കുന്നത്, ദൈവത്തിന്റെ ജ്ഞാനത്തിലാണ്.
മനുഷ്യർ പലപ്പോഴും പറയും, നീ ഒരു ഭോഷനല്ലേ, നിന്റെ മുൻപിൽ ഇത്രയും വാതിലുകൾ ഉണ്ടായിരുന്നിട്ടും അതിലേക്കൊന്നും നടന്നു പോകാതെ ഇന്നും നീ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന നീ ഭോഷനല്ലേ എന്ന് ചോദിച്ചവരുണ്ട്. അവരുടെ മുൻപിൽ എൻ്റെ ഹൃദയത്തെ തൊട്ടൊരു ദൂത, ലോകത്തിൻ്റെ ജ്ഞാനം അങ്ങനെയാ, ലോകത്തിൻ്റെ ജ്ഞാനം അങ്ങനെയാ. പക്ഷെ ദൈവത്തിൻ്റെ ജ്ഞാനം ഒരു ആൾ ലോകത്തിൻ്റെ ജ്ഞാനത്തെ ഭോഷത്വമാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെല്ലാം നിനക്കെതിരെ സംസാരിച്ചാലും, ആരെല്ലാം നിനക്കെതിരെ നിന്നാലും, ആരെല്ലാം നിനക്കെതിരെ നിന്നാലും, എത്ര കൂട്ടുകെട്ടുകൾ നിനക്കെതിരെ വന്നാലും, ഒരു തീയമ്പ് പോലെ അവർ ചെയ്യുന്ന അസ്ത്രങ്ങൾ നിന്റെ നേരെ വന്നാലും, ഈ പകൽക്കാലം പറ, എന്നെ ഭരിക്കുന്നത് ലോകത്തിൻ്റെ ജ്ഞാനമല്ല, എന്നെ വഴി നടത്തുന്നത് ലോകത്തിൻ്റെ ജ്ഞാനമല്ല, എന്നെ നടത്തുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനം. ആ ജ്ഞാനത്തിൻ്റെ പ്രത്യേകത എവിടെ ജനിച്ചു എന്നതല്ല വിഷയം, എവിടെ ജനിച്ചു എന്നതല്ല വിഷയം, ദൈവം നിന്നെ തിരഞ്ഞെടുത്തു എന്നതാണ് വിഷയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരെ ശ്രദ്ധിച്ചേ, വചനം പറയുന്നു, വചനം ഇങ്ങനെ പറയുന്നു, കർത്താവ് ജനിച്ചത് വഴിയമ്പലത്തിലാ, വഴി അമ്പലത്തിലാ, കിടത്തിയത് പശു തൊട്ടിയില്ല. പക്ഷെ വചനം ഇങ്ങനെ പറയുന്നു പ്രിയരെ, കാലങ്ങൾ കഴിഞ്ഞപ്പോൾ 33 തിരുവയസ്സായപ്പോൾ ഗദസമനയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കൂടെ നിന്നവൻ, പണസഞ്ചി സൂക്ഷിച്ചുകൊണ്ടിരുന്നവൻ, ഓടി വന്നൊരു ചുംബനം കൊടുത്ത് 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തപ്പോൾ, ഹലോ, ദൈവത്തിൻ്റെ കൂടെ നിന്ന പുരുഷന്മാരെ പീലാത്തോസും മഹാപുരോഹിതന്മാരും അന്വേഷിച്ചപ്പോൾ, അപ്പം കാമെ നുറുക്കിക്കൊടുത്തപ്പോൾ ഭക്ഷിച്ചവർ, ആയിരക്കണക്കിന് അത്ഭുതം കണ്ടവരൊന്നും കൂടെ ഇല്ലായിരുന്നു. പത്രോസ് ഓടി ഒളിച്ചു, യാക്കോബ് ഓടി. കർത്താവിൻ്റെ ക്രൂശിൻ്റെ ചുവടിൽ 3 വ്യക്തികൾ മാത്രം, യോഹന്നാൻ, മറിയ, മഗ്ദലക്കാരത്തി മറിയ, ഈ 3 പേര് മാത്രം കർത്താവിൻ്റെ ക്രൂശിൻ്റെ ചുവടിൽ നിൽക്കുമ്പോൾ, ആ മറ്റ് ശിഷ്യന്മാർ 10 പേരും ചിന്തിച്ചത് എന്തെന്നറിയാമോ? അവർ ചിന്തിച്ചത് മാനുഷിക ജ്ഞാനം കൊണ്ട് ചിന്തിച്ചു, ഈ ക്രൂശ് മരണം കൊണ്ട് ഇവൻ തീരും. ഇവൻ്റെ അടുക്കൽ പോയി നിന്നാൽ നമ്മളും ക്രൂശിക്കപ്പെടും. എൻ്റെ കർത്താവിന് എത്ര വലിയ വേദനയായിരിക്കും എന്നറിയാമോ? നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കൂടെ നിർത്തി വളർത്തിയവർ, അർഹതയില്ലാത്ത നന്മകൾ തുറന്നു കൊടുത്തവർ, ഒരാപത്ത് വന്നപ്പോൾ അവരാരും കൂടെയില്ല. എൻ്റെ മക്കളൊന്നും കൂടെ കാണില്ല കേട്ടോ, ഭാര്യയും ഭർത്താവും ഒന്നും കൂടെ കാണില്ല. ഒറ്റയ്ക്ക് ഫേസ് ചെയ്യേണ്ട ചില ക്രൂശുകൾ വരും. കൂടെ കാണുമെന്ന് കരുതി വളർത്തുന്നവരൊന്നും കാണില്ല, ഒറ്റയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അന്ന് നീ ഇന്ന് ജ്ഞാനം കൊണ്ട് ആരൊക്കെ നേടിയാൽ ഇവരെല്ലാം ഓടി ഒളിക്കും. പക്ഷെ അതിൻ്റെ പിന്നിലും ദൈവത്തിൻ്റെ ഒരു ജ്ഞാനമുണ്ട്, അതിൻ്റെ പിന്നിലും ദൈവത്തിൻ്റെ ഒരു ജ്ഞാനം. കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു തിരുവനന്തപുരം ചർച്ചിൽ ഞാൻ പ്രസംഗിച്ചെന്ന് തോന്നുന്നു, കഴിഞ്ഞ ആഴ്ചയോ അതിന് അങ്ങേ ആഴ്ചയോ. പത്രോസ് ഓടിപ്പോയി അല്ലേ? പത്രോസ് ഓടിപ്പോയി, അവനെ കാണാനേ ഇല്ല. കോഴി കൂവുന്നതിന് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞിട്ടും കൂടെ പോയേ. എൻ്റെ ചിന്ത, പത്രോസിനായി ഇച്ചിരി എടുത്തുചാട്ടം കൂടുതലുള്ള. ക്രൂശിൽ നിന്ന് കർത്താവിൻ്റെ ബോഡി ഇറക്കുന്ന സമയത്ത് യോഹന്നാനെ പോലെ പത്രോസും ക്രൂശിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നെങ്കിൽ ഓടിച്ചെന്ന് കർത്താവിൻ്റെ ബോഡി കെട്ടിപ്പിടിച്ചിട്ട്, ശരീരത്തെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞനെ, നിക്കോദീമോസേ, നീ ഇതിൽ തുടരുത്, നീ ഇതിൽ തുടരുത്. ആമേ, യോസേഫേ, നീ ഇതിൽ തുടരുത്, ഇതെന്റെ കർത്താവിൻ്റെ ശരീരമാണ്.
വാങ്ങിക്കാൻ ഞങ്ങൾക്കറിയാമെങ്കിൽ അടക്കാനും ഞങ്ങൾക്ക്, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? വാങ്ങിക്കാൻ ഞങ്ങൾക്കറിയാമെങ്കിൽ അടക്കാനും ഞങ്ങൾക്ക്. ആരാ പറയുന്നേ? ആമേ, വലയിറക്കി മുക്കുവപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരു മുക്കുവ ചെറുക്കൻ പറയുക, ഇതെൻ്റെ കർത്താവിൻ്റെ ബോഡിയാ, എനിക്ക് വാങ്ങിക്കാൻ അറിയാമെങ്കിൽ അടക്കാൻ അറിയാം. എൻ്റെ ചോദ്യം, പത്രോസ് അടക്കിയിരുന്നെങ്കിൽ കർത്താവിനെ എവിടെ അടക്കുമായിരുന്നു? അമ്മേ, വല്ല കടലിൻ്റെ സൈഡിലുള്ള വല്ല സെമിട്രിയിലും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? കാരണം പത്രോസ് കടലുമായി ബന്ധപ്പെട്ടവനാണ്, അവൻ്റെ വീട് അവിടെയാണ്, അവനുള്ള നന്മകൾ അവിടെയാണ്. പക്ഷെ എൻ്റെ കർത്താവ് പത്രോസ് വന്ന് സ്വീകരിച്ചെങ്കിൽ കർത്താവിനെ ഏതെങ്കിലും സെമിട്രിക്കകത്ത് ഒതുക്കിയേനെ. പക്ഷെ ഇന്ന് പകൽക്കാലം കേട്ടോ, ലോകത്തിന്റെ ജ്ഞാനമല്ല കുഞ്ഞ്, ദൈവത്തിന്റെ ജ്ഞാനം. പത്രോസും മറമ്മവ് കൊണ്ട് ദൈവം ഒരു യോസേപ്പിനെ എഴുന്നേൽപ്പിച്ചത്. ഹല്ലേലൂയ. എൻ്റെ യേശു ജനിച്ചത് എങ്ങനെയാ? ഒരു വഴി അമ്പലത്തിൽ ജനിച്ചു. പക്ഷെ ഈ പുസ്തകം പറയുന്നു, യേശുവിന്റെ അടക്കം മഹാന്മാരുടെ അടക്കം പോലെയായിരുന്നു. ഹലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒളിഞ്ഞു നിന്നവൻ പറഞ്ഞു, നിക്കോദീമോസ് പറഞ്ഞു, ഇത്ര സുഗന്ധ ദ്രവ്യം എൻ്റെ കയ്യിലുണ്ട്. ഹലോ, ഇത്ര 1000 രൂപയുടെ അതിന്റെ കണക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ രാജാക്കന്മാർക്ക് രാജാവിന്റെ ബോഡി എങ്ങനെയാണോ കല്ലറയിൽ വയ്ക്കുന്നത് അപ്പോൾ ഇടുന്നത് പോലെയുള്ള വില കൂടിയ സുഗന്ധദ്രവ്യങ്ങൾ നിക്കോദീമോസ് കൊണ്ടുവന്നു. അത് വച്ച ശീലയിൽ ചുറ്റിയത്. ഹലോ, ആരാ നിക്കോദീമോസ് എന്നറിയാമോ? വചനം പറയുന്നു, മഹാപുരോഹിതന്മാർ ഉൾപ്പെടുന്ന സന്നദ്രി സംഘത്തിന്റെ അംഗം. ഹലോ, ഹല്ലേലൂയ. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ല ഉത്തരവിട്ട സന്നദ്രി സംഘത്തിന്റെ അംഗത്തിൽ ഒരുവൻ. ആരാ? യോസേഫ്. അതേ സന്നദ്രി സംഘത്തിലെ മറ്റൊരുത്തൻ. എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം രാജാധിരാജാവായതുകൊണ്ട് അവൻ്റെ അടക്കം രാജകീയമാകണമെന്ന് എൻ്റെ ദൈവത്തിന് പദ്ധതിയുള്ളത് കൊണ്ട് ചില പത്രോസ് തള്ളി പറഞ്ഞു പോയത്. ഈ പകൽ നിന്റെ ജ്ഞാനത്തിന് വേദനയാണെങ്കിലും ദൈവത്തിൻ്റെ ജ്ഞാനം വേറെയാ കുഞ്ഞേ. ദൈവത്തിൻ്റെ ജ്ഞാനോ നീ അർഹതയില്ലാത്തത് ഇനി വെളിപ്പെടാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ലോകത്തിന്റെ ജ്ഞാനത്തെ ദൈവം ഭോഷത്വമാക്കി തീർത്തുവല്ലോ. വഴിയമ്പലത്തിൽ കിടന്നവൻ രാജകീയമായ അടക്കം കൊടുത്തു. അവിടം കൊണ്ട് തീർന്നില്ല, കല്ലുരുട്ടി വെച്ചു. മോതിരം കൊണ്ട് മുദ്രയിട്ടു. അവിടം കൊണ്ടും തീർന്നില്ല. മൂന്നാമത്തെ പകൽ കല്ലറെ ഭേദിച്ചവൻ പുറത്തു വന്നു. ഈ പകൽ ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാം. നിന്റെ ജ്ഞാനം കൊണ്ട് നീ തീർന്നെന്ന് പറയും, നീ അവസാനിച്ചെന്ന് പറയും. പക്ഷെ എൻ്റെ ദൈവത്തിൻ്റെ ജ്ഞാനം അതിലും ഭയങ്കരമാ, അതിലും ഭയങ്കരമാ. പ്രിയരെ, ഒരു ദൂതും കൂടെ നിന്ന് പ്രസംഗിക്കാൻ ആഗ്രഹമുണ്ട്. ഒറ്റ ദൂതും കൂടെ പറഞ്ഞ് ആരാധിക്കാൻ പോവാ. ഞാൻ എൻ്റെ മനസ്സിലുള്ള പകുതി മാത്രമേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൈമാറിയുള്ളൂ. എൻ്റെ മുമ്പിൽ സമയമില്ല. ഞാൻ പറഞ്ഞു, രാജാവ് ജനിക്കണമെങ്കിൽ കൊട്ടാരത്തിൽ ജനിക്കണം. പക്ഷെ രാജാവ് ജനിച്ചത് വഴിയമ്പലത്തിലാണ്. ഇന്ന് പകൽക്കാലം നീ എവിടെ ജനിച്ചു എന്നതല്ല വിഷയം, അടുത്ത് നീ എവിടെ കിടക്കുന്നു എന്നതുമല്ല വിഷയം. ആമേ, ശമൂവേലിൻ്റെ അടുത്ത് ദൈവം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ആമേ, ശൗലിനെ ഞാൻ മാറ്റിയിരിക്കുക, എനിക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യണം. ശമൂവേൽ ചോദിക്കുന്നു, അടുത്ത രാജാവ് ആരാണ്? അവൻ്റെ മറുപടി, ദൈവം മറുപടി പറയുക, ഇശായിയുടെ കൂടാരത്തിൽ ഞാനൊരു രാജാവിനെ കണ്ടു. ഞാൻ ഒരു രാജാവിനെ ഇശായിയുടെ കൂടാരത്തിൽ കണ്ടു. ശമൂവേൽ തൈലക്കൊമ്പുമായി ഇശായിയുടെ കൂടാരത്തിൽ പോകുമ്പോൾ 7 സൗന്ദര്യമുള്ള കഴിവുള്ള
ആമേ കമാൻഡോസായ ആമേ ശൗലിൻ്റെ ആമേ കമാൻഡോകളായ 7 സഹോദരന്മാരെ നിരത്തി നിർത്തി. ആമേൻ ഇവരെല്ലാം നോക്കിയിട്ട് ശമൂവേൽ പറയുന്നൊരു പദമുണ്ട്, ഇവരെ അല്ല ദൈവം കണ്ടത്. ഇശായി പറയുന്ന ഒരു പദമുണ്ട്, ഇശായി പറയുന്നൊരു കാര്യമുണ്ട്, ഇനി ഒരുവൻ കൂടെ ഉണ്ട്, ഒരുവൻ കൂടെ ഉണ്ട്. അവൻ രാജാവാകാനൊന്നും ഒരു സാധ്യത ഇല്ല. കാരണം എന്തെന്നറിയാമോ? അവൻ കിടക്കുന്നത് വനാന്തരത്തിലാണ്. മനുഷ്യൻ്റെ ജ്ഞാനം കണ്ടോ? മനുഷ്യൻ പറയുന്നത് കേട്ടോ? സ്വന്തം അപ്പം പറയുന്നത് കേട്ടോ? അവനാകെ ഒരു സാധ്യതയില്ല. കാരണം അവൻ വനാന്തരത്തിലാണ് കിടക്കുന്നത്. ദൈവം ശമൂവേലിനോട് പറഞ്ഞു, വനാന്തരത്തിൽ കിടക്കുന്നവനെ കൊണ്ടുവാ. എവിടെ കിടക്കുന്നു എന്നതല്ല വിഷയോ. എൻ്റെ ജ്ഞാനത്തിൽ ഞാൻ അവനിൽ ഒരു രാജാവിനെ കണ്ടു. കുഞ്ഞേ, എവിടെ ജനിച്ചു എന്നതല്ല വിഷയം, എവിടെ കിടക്കുന്നു എന്നതല്ല വിഷയം. ദൈവം നിന്നെ കണ്ടു എന്നതാണ് വിഷയം. ദൈവം നിന്നെ സെലക്ട് ചെയ്തു എന്നതാണ് വിഷയം. 1-2 പദങ്ങൾ വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒറ്റ പദം മാത്രം വായിച്ച് നമ്മൾ ആരാധിക്കാൻ പോവാ. അതേ അധ്യായം, അതിൻ്റെ 25-ാമത്തെ വാക്യം. വേദപുസ്തകം കൊണ്ടുവന്നവരെല്ലാം ഒന്ന് എടുത്താട്ടെ, എല്ലാവരും ഒന്ന് എടുത്താട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 1-ന്റെ-25-ാമത്തെ വാക്യം നമ്മൾ ഒരുമിച്ചൊന്ന് വായിക്കാവോ? ആദ്യത്തെ ഫേസ് മാത്രം ഒരുമിച്ചൊന്ന് വായിക്കാമോ? ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയത്, ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യനേക്കാൾ ബലമേറിയത്. പ്രിയരെ, വചനം പറയുന്നു, ലോകത്തിൻ്റെ ജ്ഞാനം ദൈവത്തിൻ്റെ മുൻപിൽ ദൈവം ഭോഷത്വമാക്കി മാറ്റി. ഇങ്ങോട്ട് ശ്രദ്ധിച്ച് ഒറ്റ പദവും കൂടെ. ദൈവത്തിൻ്റെ ഭോഷത്വമുണ്ടല്ലോ, നിന്റെ ജ്ഞാനത്തെക്കാൾ വലുതാ. ദൈവത്തിൻ്റെ ഭോഷത്വം ഉണ്ടല്ലോ, നിന്റെ ജ്ഞാനത്തെക്കാൾ വലുതാ. അർത്ഥം, നിന്നെക്കുറിച്ച് നീ കണ്ടതിനേക്കാൾ വലുത് എന്തോ ദൈവം കണ്ടിട്ടുണ്ട്. നീ കരുതുന്നതിനേക്കാൾ വലുത് എന്തോ നിന്നെക്കുറിച്ച് കണ്ടിട്ടുണ്ട്. ഈ പകലൊരു ദൂത് ഞാൻ കൈമാറാ. നീ പട്ടണത്തിൽ ഒതുങ്ങാനുള്ളവനല്ല, നീ ദേശത്ത് ഒതുങ്ങാനുള്ളവനല്ല. ക്ഷാമകാലത്തും മേൽത്തരമായത്, വാർദ്ധക്യത്തിലും വാക്തത്വം കാണുന്ന വഴിയമ്പലത്തില് രാജാവിനെ എന്റെ ദൈവം തിരഞ്ഞെടുത്തെങ്കിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാമോ? ഇന്ന് പ്രസംഗിക്കണമെന്ന് ആഗ്രഹം.